Hi Kirat Jain, welcome back to my channel. Kirat's 2025 എല്ലാ റാലിയും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 2025 റാലിയുടെ അപ്ഡേറ്റ് പറയുമ്പോൾ ആദ്യം ട്രെയിനിങ്ങിനായിട്ട് പോയത് TVM ARA ആണ്. അതിനുശേഷം ഇനി ട്രെയിനിങ്ങിനായിട്ട് പോകാനുള്ളത് കാലിക്കറ്റ് ARA ആണ്. കാലിക്കറ്റ് ARAയുടെ ഫിസിക്കൽ എല്ലാം ആൾറെഡി കംപ്ലീറ്റ് ആയി, മെഡിക്കലും കംപ്ലീറ്റ് ആയി. കുട്ടികളെല്ലാവരും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ തവണ 2 ബാച്ചാണ് കേരളത്തിൽ നിന്ന് ട്രെയിനിങ്ങിന് പോകുന്നത്. ആദ്യത്തെ ബാച്ച് ആൾറെഡി പോയി കഴിഞ്ഞു. ജനുവരി 1 വീക്കിലായിരുന്നു അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ടായത്. രണ്ടാമത്തെ ബാച്ചിൽ പോകാൻ പോകുന്ന കാലിക്കറ്റ് ARAയും പ്ലസ് അഡീഷണൽ ലിസ്റ്റിൽ വന്ന TVM ARAയുടെയും കാലിക്കറ്റ് ARAയുടെയും കുട്ടികളുമാണ്. ഇത്രയും പേരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, അതേപോലെ ഇവരുടെ കട്ട് ഓഫ് എത്രയായിരിക്കും, ട്രെയിനിങ്ങിന് എപ്പോഴായിരിക്കും ഇവർ പോകാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പുതിയ റാലിക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളും ഫിസിക്കൽ പാസ്സായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നല്ലൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളത്തിൽ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എപ്പോഴാണ് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ബാച്ച് ആയാലും ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ചിൻ്റെ ട്രെയിനിങ് ആർമി പ്ലാനിങ് അനുസരിച്ച് സ്റ്റാർട്ടാകാൻ പോകുന്നത് 1 ജൂലൈയിലാണ്. 1 ജൂലൈയിലാണ് ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇത് ആൾറെഡി ഇതിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ ഔട്ട് ആയിട്ടുണ്ട്. ഒരു ബാച്ച് ആയാലും ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അവർ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് അവർ ലീവിനായിട്ട് പോകുമ്പോൾ ഉടനെ തന്നെ ഈ ബാച്ച് അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത് എന്നാണ് 1 ജൂലൈ 2026 ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത്. ഈ ഒരു ബാച്ച് ട്രെയിനിങ് സെൻറ്ററിലോട്ട് ഡിസ്പാച്ച് ആകുന്ന എപ്പോഴാണ്? ആഫ്റ്റർ 15 ജൂൺ 15 ശേഷമാണ് ഈ ടീം എല്ലാവരും അവരുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് ഡിസ്പാച്ച് ആവുന്നത്. അതായത് ട്രെയിനിങ് സെൻറ്ററിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ ചെറിയൊരു മെഡിക്കലും ചെറിയൊരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ട്. അതിനുശേഷം അവർ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത് ജൂലൈ 1 വീക്കിലാണ്. ഇനി ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്? കുട്ടികളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് മെയ് എൻഡ് ആൻഡ് ജൂൺ 1 വീക്കിലായിരിക്കും. ജൂൺ 2 വീക്കിൽ തന്നെ ഇവരുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാണും. എവിടെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ? TVM ARAയിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് ARAയിലോ. ഈ 2 ARAയിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാണും. ആദ്യം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. മെയ് 15 ശേഷമായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ അഡീഷണൽ ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ റീമെഡിക്കൽ പ്രോസസ്സ് മെയ് 16 വരെ ഉണ്ട്. മെയ് 16 ശേഷം എന്തായാലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം വെച്ചിട്ടും മുൻപ് ഫിസിക്കലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അപ്ഡേറ്റ്സും ഈ ഒരു ട്രെയിനിങ് ഡേറ്റും അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് പറയാനുള്ളത് മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ 1 വീക്കോടെ എന്തായാലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ജൂൺ 1 വീക്കിൽ വന്നാൽ ഉടനെ തന്നെ 2nd വീക്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാണും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എവിടെയാണ് കാണുന്നത്? AROയിലാണ് കാണുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കട്ട് ഓഫ് എത്രയായിരിക്കും. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ GDയുടെ ഫൈനൽ സെലക്ഷൻ സ്കോറാണ് 100 ഫിസിക്കൽ, പിന്നെ 33-37. ഇതിനിടയിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കണം. ട്രേഡ്സ്മാൻ്റെ ഇതാണ്, WMB ഇതാണ് കുട്ടികളെ, ക്ലർക്ക് ഇതാണ്, ടെക് അതേപോലെ തന്നെ NA ഇതാണ് ഫൈനൽ സെലക്ഷൻ സ്കോർ എന്ന് പറയുന്നത്. ഇനി 2025 അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, 2025 ആരുടെ അപ്ഡേറ്റ് ആണിത്? ഇത് ട്രെയിനിങ്ങിന് പോയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ്, TVM ARAയുടെ. ഞാൻ ഇന്ന് ഓൺലി ഷെയർ ചെയ്യുന്നത് GDയുടെ അതുപോലെ ട്രേഡ്സ്മാൻ്റെ മാത്രമാണ്. 100 + 33-37, 100 + 31-34 തന്നെയാണ് ഇവരുടെ ഫൈനൽ സെലക്ഷൻ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇതിനിടയിൽ തന്നെയായിരിക്കും നിങ്ങളുടെയും സ്കോർ വരാൻ പോകുന്നത്. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് ആ ഒരു മാർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾക്കിനി അടുത്ത റാലിക്ക് കൂടി ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം എന്താണ്? കാരണം നോക്ക്, ഇതിൽ തന്നെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മെയ് എൻഡ് ആൻഡ് ജൂൺ 1 വീക്കിലാണ് എന്താണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. 2026 എക്സാം സ്റ്റാർട്ട് ആവുന്നത് എന്നാണ്? ജൂൺ 1 എക്സാം സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, കുട്ടികളെ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തിരിക്കണം. സ്റ്റോപ്പ് ചെയ്യരുത്. അറിയാൻ പറ്റത്തില്ല വേക്കൻസി എത്രയാണെന്ന്. വേക്കൻസി അനുസരിച്ചാണ് കുട്ടികളവിടെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കണം. നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ക്ലിയർ ആയല്ലോ? കാരണം എക്സാം ജൂൺ 1 വീക്കിലാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ലൈവ് സെഷനിലും ഒത്തിരി കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു ഡൗട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ 2026 ആർമി റാലിക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ഇതുവരെ എങ്ങും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും പഠിച്ചു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, ക്ലർക്ക്,
ടെക്, NA എല്ലാ ട്രെൻഡിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ട്രെൻഡിൻ്റെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ആർമി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നേവിയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ ഇനിയും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കട്ട് ഓഫ് മാർക്ക് എത്രയാണ് നിങ്ങൾ കണ്ടതാണ്. ആദ്യത്തെ എക്സാം എന്തായാലും മിക്കവരും പാസ്സാവും. പക്ഷേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ചാൻസ് ഒട്ടും മിസ് ചെയ്യരുത്. നല്ലപോലെ പഠിക്കുക. എല്ലാ കുട്ടികൾക്കും ഈ തവണ സെലക്ഷൻ കിട്ടിയിരിക്കണം. കാരണം വേക്കൻസി ഒത്തിരി ഉണ്ട്. 1 lakh പ്ലസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഏതൊരു കാര്യമാണ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ പഠിക്കാതിരിക്കുന്നുണ്ടായിരിക്കും. അവർ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം. അവരിലെല്ലാവരിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എത്തിയിരിക്കണം. നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.